ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ന്യൂ സെഷൻ. അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CUET UG 2023 ന്യൂമറിക്കൽ അബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In how many years will a sum of ₹90 become 108 at 6.1/4% simple interest? ഇപ്പോ ജസ്റ്റ് നോക്കാം. 90 എന്ത് ചെയ്യണം, പ്രിൻസിപ്പൽ എമൗണ്ട് ജസ്റ്റ് 108 ആയിട്ട് മാറാണ് അല്ലെ. ദാറ്റ് മീൻസ് അവിടെ പലിശ മാത്രം ഓൾമോസ്റ്റ് എത്ര വരുന്നുണ്ട്, 90 108ലേക്ക് വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് 18 രൂപയാണ് പലിശ വരുന്നത്. ഓക്കെ, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. PNR / 100 ആണല്ലോ. P എത്രയാണ്, 90 ആണ്, ഇൻറ്റു N നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ, നമുക്ക് അറിയില്ല. 6 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്, 6/1/4 എന്ന് പറയുമ്പോൾ 6.25 ആണ്, ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്, 18 രൂപ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു 0 ഞാൻ കട്ട് ചെയ്തു, ഈ ഒരു 0യും കട്ട് ചെയ്തു, 9 കട്ട് ചെയ്തു, 18 കട്ട് ചെയ്തു, ഇവിടെ എത്ര വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 6.25 N is equal to 10 into 2 20 ആണ്. N is equal to 20 divided by 6.25. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 80 divided by 25 എന്ന് പറയാൻ പറ്റും. ഓക്കെ, രണ്ടിലും ഞാൻ 5 കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓൾമോസ്റ്റ് 16 വന്നു, ഇവിടെ 5 വന്നു. 16 divided by 5 എന്ന് പറയുമ്പോൾ 3/1/5 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ആവറേജ് ഓഫ് 5 numbers is 15. 5 നമ്പറുകളുടെ ആവറേജ് എന്ന് പറയുന്നത് 15 ആണ്. ഫൈൻഡ് എ നമ്പർ which should be included in these numbers to make the average 16. അപ്പൊ ഇതിലേക്ക് ഒരു നമ്പറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ആവറേജ് 16 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഏതാന്നുള്ളതാണ് ചോദിക്കുന്നത്. നോക്കാം. 5 into 15 പ്ലസ് ആ ഒരു നമ്പർ, അതാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. എക്സ് ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര നമ്പർ ആണ്, ആദ്യം 5 നമ്പർ ഓൾറെഡി ഉണ്ട്, അതിലേക്ക് ഒരു നമ്പറും കൂടി ആഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് 6 നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു. നമുക്ക് ആവറേജ് എത്ര ആക്കിയിട്ട് കിട്ടണം, 16 ആക്കിയിട്ട് കിട്ടണം. അങ്ങനെയാണെങ്കിൽ 5 into 15 എത്രയാണ്, 75 ആണ്. പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 6 into 16. ഓക്കെ, 5 into 16 എന്ന് പറയുന്നത് എത്രയാണ്, 5 into 16 എന്ന് പറയുന്നത് 80 ആണ്. 6 into 16 96 ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 96 മൈനസ് 75 ഈക്വൽ ടു 21 ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. ദ റേഷ്യോ ബിറ്റ്വീൻ 2 numbers is 2:3. ഓക്കെ ആണല്ലോ. ഇഫ് ഈച്ച് നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 2 then the ratio becomes 3:4. അങ്ങനെയാണെങ്കിൽ find the sum of original numbers. അപ്പൊ ജസ്റ്റ് നോക്കിക്കോ. x/y is equal to 2/3. അങ്ങനെയാണെങ്കിൽ x is equal to 2n എന്ന് ഞാൻ പറയാണ്. അങ്ങനെയാണെങ്കിൽ y എന്താവും, 3n ആവും. പിന്നാണെങ്കിൽ അടുത്തൊരു കാര്യം നോക്കിക്കോ. 2n പ്ലസ് എത്രയാണ് ഇൻക്രീസ് ചെയ്യുന്നത്, 2 ആണ്, ഡിവൈഡഡ് ബൈ 3n രണ്ട് നമ്പറിലും 2n ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. നമുക്ക് എത്ര റേഷ്യോ വരുന്നത്, 3/4 ആണ്. അങ്ങനെയാണെങ്കിൽ x+y ആണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് അല്ലെ. x+y ആണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അതായത് x+y എന്ന് പറയുമ്പോൾ എന്താ, 2n + 3n, അതായത് 5n ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്. ജസ്റ്റ് നോക്കിക്കോ. 4 into ഈ ഒരു ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ ഒരു ടേമിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 4 into 2n 8n ആണ്, പ്ലസ് 4 into 2 8 ആണ്, ഈക്വൽ ടു 3 into 3 9n ആണ്, പ്ലസ് 3 into 2 ഓൾമോസ്റ്റ് 6 ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 6 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ദാറ്റ് മീൻസ് 2 is equal to ഈ ഒരു 8n ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, n. അപ്പൊ n is equal to 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 5n is equal to 10 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഹൗ മച്ച് ടൈം വിൽ എ സം ഓഫ് ₹64,000 amount to 68,921 at 5% per annum interest being compounded half yearly? അപ്പോ 5% per annum എത്രയാണ് അവിടെ ചോദിക്കുന്നത്, അവിടെ 5% per annum ആണ്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഹാഫ് ഇയർലി ആണ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താവും, 6/2 ആയിട്ട് മാറും. ദാറ്റ് മീൻസ് 5ന്റെ ഹാഫ് എന്ന് പറയുന്നത് 2.5 ആയിട്ട് മാറും. അപ്പൊ ജസ്റ്റ് നോക്കാം. 64,000 into 102.5 ഡിവൈഡഡ് ബൈ 100, 102 ഡിവൈഡ് ബൈ 100 ഹോൾ റേസ് ടു n ഇസ് ഈക്വൽ ടു എത്ര വരുന്നത്, 68,921 ആണ് വരുന്നത്. അപ്പൊ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് പോയേക്കാം. നമുക്ക് എങ്ങനെ 102.5 നമുക്ക് ഫ്രാക്ഷൻ രൂപത്തിൽ പറയുന്ന സമയത്ത് ആ 2 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഇവിടെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എത്രയാണ് നമുക്ക് കിട്ടുക, 4 ആണ്. പക്ഷെ 2.5 കൊണ്ട് ചെയ്യുന്ന സമയത്ത് ഒരു 0 കൂടി വരും. ദാറ്റ് മീൻസ് 40 ആണ്. ഓക്കെ, അതിലേക്ക് ഒരു 2.5 കൂടി ആഡ് ചെയ്താലാണല്ലോ 102.5ലേക്ക് എത്തുന്നത്. ദാറ്റ് മീൻസ് 41 വരും. അപ്പോ ജസ്റ്റ് നോക്കാം. 64,000 into 4 into 41 ഡിവൈഡ് ബൈ 4 into 41 ഡിവൈഡ് ബൈ 40.
ഓക്കെ, 2 zeros ഞാൻ കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 4ഉം അതുപോലെ തന്നെ ഈ ഒരു 64 കട്ട് ചെയ്തു, 16 ആണ്. അപ്പൊ 16 into 41. ഓക്കെ, 16 into 41 ഇവിടെ എത്ര വന്നു? 6ഉം ഇവിടെ 1ഉം, ഇവിടെ 24, ബാക്കി 2 വന്നു, ഇവിടെ 6 വന്നു. 6, 5, 6. ഓക്കെ, അപ്പൊ 6, 5, 6, 0, 0 ആണ് ഇവിടെ വരുന്നത്. ഇപ്പോ ഫസ്റ്റ് 6 മാസത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു വാല്യൂലേക്ക് എത്തുന്നില്ല. അപ്പൊ ഒന്നും കൂടി ചെയ്ത് നോക്കാം. 65600 into 41/40. ഈ ഒരു 0 കട്ട് ചെയ്തു, വീണ്ടും ഈ ഒരു 0 ഞാൻ കട്ട് ചെയ്യാണ്. ഇവിടെ 656 4 കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 164 ആണ്. 164 into 41 ആണ് വരുന്നത്. ഇപ്പൊ ജസ്റ്റ് നോക്കാം, 164 into 41, 164 into 41. അപ്പൊ 4, 6, 1, 16, 1 വന്നു, 24ഉം 25, ബാക്കി 2 വന്നു, 4ഉം 6 വന്നു. ഓക്കെ, 4, 12, 1, 7, 6. ബാക്കി ഒരു 0 കൂടി ഉണ്ടല്ലോ. ഈ ഒരു 0 നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു രണ്ടാമത്തെ 6 മാസം കൺസിഡർ ചെയ്യുമ്പോൾ, രണ്ടാമത്തെ 6 മാസം 6 മാസം കൂടിയ ഒരു ഇയർ ആയി. ഒരു ഇയർ ആയപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഒരു വാല്യൂലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു തവണ കൂടി ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് നോക്കാം. 67240 into 41/40. ഓക്കെ, ഈ ഒരു 0 കട്ട് ചെയ്തു, ഈ ഒരു 0യും കട്ട് ചെയ്തു. 6724 divided by 4 എന്ന് പറയുന്നത് 1681 ആണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1681 into 41 എത്ര വരുന്നത് നോക്കാം. 1 into 1, 1, 8, 6, 1. ഓക്കെ, 4, നെക്സ്റ്റ് 4 into 8 എന്ന് പറയുന്നത് 32, ബാക്കി 3 വന്നു. ഇവിടെ 24, 24ഉം 27, ബാക്കി 2 വന്നു, 4ഉം 6. ഓക്കെ, 1, 2, 1, ഇവിടെ ഓൾമോസ്റ്റ് 8ഉം 9. ഓക്കെ, 8, ഇവിടെ 6. അപ്പൊ ഈ ഒരു വാല്യൂലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എത്തുന്നുണ്ട്. അപ്പൊ 3 വട്ടം നമ്മൾ ചെയ്തു. 3 വട്ടം നമ്മൾ ഓരോ ടൈം പീരീഡ് പറയുന്നത് എത്രയാണ്? ഓൾമോസ്റ്റ് 6 month ആണ്. 6 month, 6 month, 6 month. ദാറ്റ് മീൻസ് 1.5 വർഷം അവിടെ എടുക്കുന്നുണ്ട്. അപ്പൊ 1/2 years ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മദർ, ഡോട്ടർ ആൻഡ് സൺ ക്യാൻ ഡു എ വർക്ക് ഇൻ 3, 4 and 5 days റെസ്പെക്റ്റീവ്ലി. മദർ, ഡോട്ടർ, അതുപോലെ തന്നെ സൺ, ഇവർക്ക് 3 പേർക്കും അവർ ഓരോരുത്തരും ചെയ്യുന്ന ടൈമാണ് പറയുന്നത്. മദർ 3 days കൊണ്ട് വർക്ക് തീർക്കും. ഡോട്ടർ ആണെങ്കിൽ 4 days, അതുപോലെ തന്നെ സൺ ആണെങ്കിൽ ഓൾമോസ്റ്റ് 5 days കൊണ്ട് ആ ഒരു വർക്ക് തീർക്കും. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഡേയ്സ് വിൽ ദേ ടേക്ക് ടു കംപ്ലീറ്റ് ദി വർക്ക് ഇഫ് ദേ വർക്ക് ടുഗദർ? അവർ 3 പേരും കൂടി വർക്ക് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുള്ളതാണ്. ഞാൻ LCM മെത്തേഡ് ഉപയോഗിക്കാണ്. 3, 4, 5. ഞാൻ വിചാരിക്കാണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 60 യൂണിറ്റ് ആണെന്ന്. ഓക്കെ, 60 കൊണ്ട് 3 ഡിവൈഡ് ആവും, 4 ഡിവൈഡ് ആവും, 5 ഡിവൈഡ് ആവും. അങ്ങനെയാണെങ്കിൽ മദർ ഒരു ദിവസം എത്ര യൂണിറ്റ് വർക്ക് ചെയ്യും? 60 divided by 3, ദാറ്റ് മീൻസ് 20 യൂണിറ്റ് വർക്ക് ചെയ്യും അല്ലെ. അതുപോലെ തന്നെ ഡോട്ടർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 60 divided by 4, 15 യൂണിറ്റ്സ് ഒരു ദിവസം വർക്ക് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ സൺ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 60 divided by 5, ദാറ്റ് മീൻസ് 12 യൂണിറ്റ് ഒരു ദിവസം വർക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ ടോട്ടൽ ഒരു ദിവസം എത്ര യൂണിറ്റ് വർക്ക് ചെയ്യുന്ന നോക്കാം. 20 plus 15, 35, 35 plus 10, 45, 45 plus 2, 47 ആണ്. അപ്പൊ 47 യൂണിറ്റ് ഒരു ദിവസം വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 60 divided by 47, ദാറ്റ് മീൻസ് 60 divided by 47 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ആ രീതിയിൽ വരുന്ന ആൻസർ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇവിടെ ഈ ഒരു ആൻസർ നോക്കാം. 1 into 47, 113/47 എന്ന് പറയുമ്പോൾ 1 into 47, 47 ആണ്, പ്ലസ് 13, ദാറ്റ് മീൻസ് 60. 60 divided by 47 തുല്യം തന്നെയാണ് ഈ ഒരു ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എഴുതി, നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷനിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ദ വോളിയം ഓഫ് എ wall which is 5 times as high as its broad and 8 times long as it is high is 12.8 meter cube. അപ്പൊ പറയുന്ന കാര്യത്തിലുള്ളൂ, അതായത് ഒരു വാളിന്റെ വോളിയത്തിനെ കുറിച്ചാണ്. വാൾ എന്ന് പറയുന്നത് എന്താണ്? ക്യൂബോയിഡ് ആയിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവുക. അപ്പൊ അവിടെ ബ്രെഡ്ത്ത് x ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് എ വാൾ വിച്ച് ഈസ് 5 times as high as its broad. ഓക്കെ, അപ്പൊ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 5x എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ലെങ്ത് ഈസ് ഈക്വൽ ടു 8 into ഹൈറ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഹൈറ്റിന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 8 into 5x ഈക്വൽ ടു 40x ആണ്. ഓക്കെ, പിന്നെ വോളിയം അവിടെ കൊടുത്തിട്ടുണ്ട്. വോളിയം നമുക്കറിയാം എന്താണ്? L into B into H ആണ്. ഇപ്പൊ L എന്ന് പറയുന്നത് ഇവിടെ 40x ആണ്, into B എന്ന് പറയുന്നത് x ആണ്, H എന്ന് പറയുന്നത് 5x ആണ്, ഈസ് ഈക്വൽ ടു ടോട്ടൽ എത്ര വരുന്നത്? 12.8 മീറ്റർ ക്യൂബ് ആണ് വരുന്നത്. അപ്പോ 40 into 5 എത്രയാണ്? 14/5 എന്ന് പറയുമ്പോൾ 200 ആണ്. 200 x into x into x ക്യൂബ് ആണ്, ഈസ് ഈക്വൽ ടു 12.8. അങ്ങനെയാണെങ്കിൽ x ക്യൂബ് ഈസ് ഈക്വൽ ടു ഓൾമോസ്റ്റ് 12ന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 6.4 ആണ്. 6.4 വീണ്ടും 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് മീൻസ് 2 പോയിന്റ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും അല്ലെ. 0.064 ആയിട്ട് മാറും. ഓക്കെ, 0.064 ആയിട്ട് മാറും. ഓക്കെ,
അപ്പോ എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 0.64. നമുക്കറിയാം 64 എന്ന് പറയുന്നത് എത്രയുടെ ക്യൂബാ? 4ന്റെ ക്യൂബാണ്. അങ്ങനെയാണെങ്കിൽ 0.064 എന്ന് പറയുന്നത് 04ന്റെ ക്യൂബാണ്. അപ്പൊ എക്സിന്റെ വാല്യൂ 04 കിട്ടി. ഓക്കെ, അപ്പോ 04 മീറ്റർ ആണ്. ഇവിടൊക്കെ മീറ്ററിലാണല്ലേ, 12.8 മീറ്ററിലാണ് ഉണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ 0.4 മീറ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മളോട് ബ്രെഡ്ത്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നോക്കാം, ബ്രെഡ്ത്ത് ഓഫ് ദി വാൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രെഡ്ത്ത് എക്സ് ആണെന്ന് നമുക്കറിയാം. ദാറ്റ് മീൻസ് 0.4 മീറ്റർ ആണ്. പക്ഷെ നമുക്ക് ഇവിടെ ആൻസറിലൊക്കെ സെന്റിമീറ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. 0.4 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ? 40 സെന്റിമീറ്റർ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് മൂവ് ചെയ്യാണ്. If the sum of first 14 terms of an AP is 1050 and its first term is 10, then its 20th term is. ഇപ്പൊ ജസ്റ്റ് നോക്കാം, നമുക്കറിയാം സം കാണാനുള്ള ഇക്വേഷൻ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ സം കാണാനുള്ള ഇക്വേഷൻ n/2 into x1 plus xn എന്നുള്ളതാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എത്രാമത്തെ ടേം വരെയുള്ള സമ്മാണ് കാണുന്നത്? 14ാമത്തെ ടേം വരെയുള്ള സമ്മാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ 14ാമത്തെ ടേം വരെ എന്ന് പറയുമ്പോൾ n എത്രയായിരിക്കും? 14 ആയിരിക്കും. 14 ഡിവൈഡ് ബൈ 2, x1 ഫസ്റ്റ് ടേം എത്രയാണ്? 10 ആണ്. പ്ലസ് 14ാമത്തെ ടേം നമുക്ക് അറിയില്ല, അപ്പൊ ഞാൻ x14 ഇടാണ്. ഈസ് ഈക്വൽ ടു 1050. അങ്ങനെയാണെങ്കിൽ ഇവിടെ 14 ഡിവൈഡ് ബൈ 2 7 ആണ്. 7 into 10 പ്ലസ് x14 ഇസ് ഈക്വൽ ടു 1050 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 10 പ്ലസ് x14 ഇസ് ഈക്വൽ ടു, ഇവിടെ 105 നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ, എത്രയാ വരിക? 15 ആണ് വരിക അല്ലെ, 15 ആണ് വരിക. അപ്പൊ ഇവിടെ ആ ഒരു 0 കൂടി ഉണ്ട്, 150 വന്നു. 14ാമത്തെ ടേം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 150 മൈനസ് 10 140 ആണ് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കാം, ഇവിടെ 20th ടേം എത്രയായിരിക്കും എന്നുള്ളത് ജസ്റ്റ് നോക്കാം. നമുക്കറിയാം A+13D ആണ് എന്തെന്ന് പറയുന്നത് 14ാമത്തെ ടേം ആയിട്ടുള്ള 150 എന്ന് പറയുന്നത്. A എത്രയാണ്? 10 ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 13D is equal to 130, D is equal to 10 ആണ്. ഇപ്പൊ 20th ടേം is equal to A+19D ആണ്. ദാറ്റ് മീൻസ് 10 പ്ലസ് 19 ഇൻറ്റു, ഇവിടെ D എന്ത് തന്നെയാണ്? 10 തന്നെയാണ്. ഇപ്പൊ 190 പ്ലസ് 10 എന്ന് പറയുമ്പോൾ 200 ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, വെരി ഈസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The string of a kite is 100 meter long and it makes an angle of 30 degree with the horizontal. ഇപ്പൊ ജസ്റ്റ് നോക്കാം, ഇവിടെ ഇതാണ് ഹൊറിസോണ്ടൽ. ഇവിടെ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പട്ടം പറക്കുന്നുണ്ട്. ഇവിടെ ഒരു പട്ടം ഉണ്ടെന്ന് വിചാരിച്ചോ. ഇത് ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 30 ഡിഗ്രി. ഓക്കെ, അപ്പോ ഇത് നിലത്തു നിന്നുള്ള ഹൈറ്റ് ആണ് ഇവിടെ ഉണ്ടാവുക. ഇവിടെ റൈറ്റ് ട്രയാംഗിൾ നമുക്ക് ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെങ്ത്, അതായത് ഈ ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. ഇവിടെ 90 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി കൈറ്റ് ഫ്രം ദി ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിന്ന് കൈറ്റിന്റെ ഹൈറ്റ് എത്രയാണെന്നുള്ളത്, അതായത് ഈ ഒരു ലെങ്ത് ആണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം 30:60:90 ആ ഒരു ട്രയാംഗിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം 90ന്റെ അവിടെ 2 ആണ് വരുന്നത് അല്ലെ, 2 ആണ് റേഷ്യോയിൽ വരുന്നത്. അവിടെ എക്സാക്ട്ലി എത്ര വരുന്നത്? 100 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 30ന്റെ ഓപ്പോസിറ്റ് അതിന്റെ പകുതി വരും. ദാറ്റ് മീൻസ് എത്ര വരും? 50 മീറ്റർ വരും. അപ്പോ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 50 മീറ്റർ. അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത്, ഗ്രൗണ്ടിൽ നിന്ന് ആ ഒരു കൈറ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 50 മീറ്റർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ക്വാഡ്രന്റ്സ് ഡു ദ പോയിന്റ്സ് -2, 3 and 3, -2 ലൈ? അതായത് നമുക്ക് 4 ക്വാഡ്രന്റ്സ് അറിയാം അല്ലെ. 4 ക്വാഡ്രന്റ്സ് അറിയുന്ന സമയത്ത് ഇവിടെ ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇതാണ് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇതാണ് തേർഡ് ക്വാഡ്രന്റ്, ഇതാണ് ഫോർത്ത് ക്വാഡ്രന്റ്. അതായത് ഈ 2 പോയിന്റ്സും ഏതൊക്കെ ക്വാഡ്രന്റിലാണ് വരിക എന്നുള്ളതാണ്. അപ്പോ നമുക്കറിയാം ഇവിടെ എക്സ് ആക്സിസ്, ഇവിടെ രണ്ടും എന്താണ്? പോസിറ്റീവ് ആണ്. ഇവിടെ എക്സ് നെഗറ്റീവും അതുപോലെ തന്നെ വൈ പോസിറ്റീവ് ആണ്. ഇവിടെ എന്താണ്? രണ്ടും നെഗറ്റീവ് ആണ്. ഇവിടെ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവ് ആണ്. ഇപ്പൊ ഇവിടെ നോക്കാം, ഫസ്റ്റ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? നെഗറ്റീവ് ആണ്. അതുപോലെ തന്നെ വൈ പോസിറ്റീവ് ആണ്. ദാറ്റ് മീൻസ് അതേത് ക്വാഡ്രന്റിലാണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അപ്പൊ ഈ ഒരു ആൻസർ നമ്മൾ ഇതാവില്ല. ഈ ഒരു ആൻസർ പോസിബിലിറ്റി ഉണ്ട്, കാരണം രണ്ടും സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ഇവിടെ പറയുന്നത്. പോസിബിലിറ്റി ഉണ്ട്, ഇതെന്തായാലും നമ്മുടെ ആൻസർ ആവില്ല. നെക്സ്റ്റ് പറയുന്നത് 3, -2. അപ്പൊ ഈ ഒരു ക്വാഡ്രന്റിൽ അത് തീർച്ചയായിട്ടും വരും. അതായത് ഫസ്റ്റ് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവും വൈ എന്ന് പറയുന്നത് നെഗറ്റീവും. അപ്പോ സെക്കൻഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ് ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ, ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 sin θ -1 is equal to 0. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി വാല്യൂ ഓഫ് 2 cos square θ sin 3 θ. 2 sin θ -1 is equal to 0. 2 sin θ is equal to 1. sin θ is equal to 1/2. ഓക്കെ, അപ്പൊ sin θ is equal to 1/2. sin എത്രയുടെ വാല്യൂ ആണ് 1/2 വരുന്നത്? നമുക്കറിയാം sin 30യുടെ വാല്യൂ ആണ് അല്ലെ. sin 30 is equal to 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റന്റെ വാല്യൂ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി ആണ്. അപ്പൊ ആ ഒരു സെയിം കാര്യം തന്നെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 2 cos square 30 minus sin 3 into 30. That means 2 cos square 30. cos 30 എന്ന് പറയുന്നത് എത്രയാ? √3/2 ആണ്. അതിന്റെ സ്ക്വയർ ചെയ്യാം. മൈനസ് sin 3 into 30 എന്ന് പറയുമ്പോൾ sin 90 ആണ്. sin 90 ആണ്. അപ്പോ 2 into √3 ന്റെ സ്ക്വയർ 3 ആണ്.
2ന്റെ സ്ക്വയർ 4 ആണ് മൈനസ് sin 90 എന്ന് പറയുന്നത് 1 ആണ് അങ്ങനെയാണെങ്കിൽ 2 അതുപോലെ തന്നെ 4 കട്ട് ചെയ്തു ഇവിടെ 2 വന്നു 3/2 മൈനസ് 1 ഞാൻ 2/2 എന്ന് കൊടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ 3 - 2 എന്ന് പറയുന്നത് 1 ആണ് 1 by ഡിനോമിനേറ്റർ 2 1/2 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അടുത്തൊരു സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. ഇതുവരേക്കും ബൈ.